ഏകദേശം ഒരു 150 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1872 കാൻസസിലെ സ്വാഗി സിറ്റി എന്ന സ്ഥലത്ത് ഡോക്ടർ വില്യം എന്നൊരാളുണ്ടായിരുന്നു. ഒരു ദിവസം ഡോക്ടർ വില്യം കാണാതെ പോയ അയൽവാസി അന്വേഷിച്ച് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോയി. ആ സമയത്താണ് വില്യമിൻ്റെ കൺമുന്നിൽ പന്നികളെ വളർത്തുന്ന ഒരു ഫാം കാണുന്നത്. അതിൻ്റെ നടുവിൽ ഒരു ചെറിയ മുറിയുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നാൽ ഒരു സ്റ്റോർ റൂം പോലെയാണ്. അവിടെ താമസിക്കുന്ന കുടുംബത്തിൻ്റെ പേരാണ് ബെൻഡേസ് ഫാമിലി. സാധാരണയായ പ്രദേശത്തുകൂടി യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഈ ഫാമിലിയാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ പലതവണ വില്യമിനും അവർ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അയൽവാസി അന്വേഷിച്ചു വന്ന ഡോക്ടർ വില്യം അവിടെ കയറി ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. വില്യമിനെ കണ്ടപ്പോൾ തന്നെ കേറ്റി ബെൻഡർ എന്ന പെൺകുട്ടി ഭക്ഷണം വിളമ്പി കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ ഭക്ഷണങ്ങൾ വിളമ്പി കഴിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ജോൺ ബെൻഡർ പുറകിലൂടി വന്ന് വില്യമിൻ്റെ തലയ്ക്ക് അടിക്കുന്നത്. അടി കിട്ടിയതിന് ശേഷമുള്ള തൊട്ടടുത്ത നിമിഷം തന്നെ ജോണിൻ്റെ ഭാര്യയായ എൽവിറ വില്യമിൻ്റെ കഴുത്തിൽ കത്തി കുത്തി ഇറക്കി. ശേഷം ആ കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് ഡോക്ടർ വില്യമിനെ അവിടെ വെച്ച് തന്നെ കൊന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ആ ഫാമിലി ഡോക്ടർ വില്യമിനെ മാത്രമായിരുന്നില്ല കൊന്നിട്ടുള്ളത്. 1871 കാൻസസിലെ ഡ്രം കേക്ക് എന്ന സ്ഥലത്ത് ജോൺ എന്നൊരു വ്യക്തിയുടെ ജഡം ലഭിച്ചു. ജോൺ മരണപ്പെടാനുള്ള കാരണം തലയ്ക്ക് ബലമായി എന്തോ വസ്തു വെച്ച് അടിച്ചതാണ്, അതും എല്ലുകൾ ഉടയുന്ന രീതി. അതുമാത്രമല്ല, കഴുത്തിൽ കത്തി കുത്തിയിറക്കിയതിൻ്റെ മുറിവുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനൊക്കെ കാരണക്കാർ ആരാണെന്ന് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതുമാത്രമല്ല, 150 വർഷം മുമ്പായതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടം അത്രയ്ക്ക് ശരിയല്ലായിരുന്നു. മാത്രമല്ല, അന്നവിടെ ഉണ്ടായിരുന്ന ഗവൺമെൻറ് ഒരു ശക്തമായിട്ടുള്ള ഗവൺമെൻറ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വലിയ ഗൗരവത്തോടെ എടുക്കാതെ വിട്ടുകളഞ്ഞു. എന്നാൽ അതിനുശേഷം ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ, കൃത്യമായി പറയുകയാണെങ്കിൽ 1872 ഇതേപോലെ മറ്റു 2 ജഡവും ലഭിച്ചു. അതിനുശേഷം 1873 ഒരുപാട് വ്യക്തികളെ ആ സ്ഥലത്തു നിന്നും വളരെ നിഗൂഢമായ സാഹചര്യത്തിൽ കാണാതെയായി. അതുകൊണ്ട് തന്നെ അത് പലർക്കും അമാനുഷികമായിട്ടുള്ളൊരു കാര്യമായി തോന്നി. അതിനുശേഷം ആ പ്രദേശത്തു കൂടി ആരും പോകാതെയായി. അതുമാത്രമല്ല, ഇങ്ങനെയൊക്കെ നടക്കാൻ കാരണം ഇവരാണെന്ന് ആരോപിച്ച് കുറച്ചുപേരെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഇങ്ങനെ ആളുകളെ തൂക്കിക്കൊല്ലുന്നത് കൊണ്ട് തന്നെ ഇനി അവിടെ കുറ്റകൃത്യങ്ങൾ നടക്കില്ലെന്ന് എല്ലാവരും വിചാരിച്ചപ്പോഴാണ് വീണ്ടും അവിടെ നിന്നും 2 വ്യക്തികളെ കാണാതാവുന്നത്. വാസ്തവത്തിൽ ഈ പറഞ്ഞ കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിൽ ബ്ലഡി ബെൻഡേഴ്സ് എന്ന കുടുംബമാണ്. ഇതുവരെ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുള്ള സീരിയൽ കില്ലർ സ്റ്റോറികളെല്ലാം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചായിരുന്നു. എന്നാൽ ഇത് അതിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം നമ്മളിന്ന് കാണാൻ പോകുന്നത് സീരിയൽ കില്ലേഴ്സായ ഒരു കുടുംബത്തിൻ്റെ കഥയാണ്. ആരാണ് ആ ഫാമിലി? അവർ യഥാർത്ഥത്തിൽ എത്ര പേരെ കൊന്നിട്ടുണ്ട്? മാത്രമല്ല, എന്തിനു വേണ്ടിയാണ് അവർ ഈ കൊലകൾ ചെയ്തത്? ശേഷം അവർക്ക് എന്ത് സംഭവിച്ചു? നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ 1861 മുതൽ 1865 വരെ ഉൾനാടുകളിൽ ഒരുപാട് കലാപങ്ങൾ നടന്നിട്ടുണ്ട്. ആ കലാപത്തിനൊടുവിൽ ഇനി മുതൽ ആ സ്ഥലത്ത് വെള്ളക്കാർ മാത്രമേ താമസിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു തീരുമാനം വന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങളെയെല്ലാം അവിടെ നിന്നും നാടുകടത്തി. എല്ലാവരും പോയതിനു ശേഷം ആ പ്രദേശത്ത് ആരുമില്ലാതെയായി. അതുകൊണ്ട് തന്നെ ആരുമില്ലാത്ത സ്ഥലത്ത് വെള്ളക്കാർ വരാൻ വേണ്ടി ഗവൺമെൻറ് ഒരു പദ്ധതി മുന്നോട്ട് വെച്ചു. അതെന്തെന്നാൽ, വെള്ളക്കാർ എവിടെയുണ്ടെങ്കിലും അവർക്ക് ആ സ്ഥലത്ത് വന്ന് താമസിക്കാം. അവർക്ക് വേണ്ട ഭൂമി ഗവൺമെൻറ് സൗജന്യമായി എഴുതി നൽകുന്നതായിരിക്കും. കാൻസസിൽ സ്വാഗി എന്നൊരു സ്ഥലമുണ്ട്. ഈ വാർത്ത അറിഞ്ഞതും ആ സ്ഥലത്തേക്ക് ഏകദേശം ഒരു 5 കുടുംബങ്ങൾ വന്നു. അതിൽ നിന്നാണ് തുടക്കം പറഞ്ഞ ബെൻഡേഴ്സ് ഫാമിലി. എന്നാൽ ഈ ഫാമിലി എവിടെ നിന്നാണ് വരുന്നത്, മാത്രമല്ല ഇതിനു മുമ്പ് എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ഒരു കാര്യങ്ങളും അവിടെയുള്ള ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ അവർ ജർമ്മൻ ഭാഷ സംസാരിച്ചതുകൊണ്ട് തന്നെ പലരും അവർ ജർമ്മനിക്കാരാണെന്ന് തെറ്റിദ്ധരിച്ചു. ഈ കുടുംബത്തിലെ മുതിർന്ന ആളുടെ പേരാണ് ജോൺ ബെൻഡർ. അയാൾക്ക് 65 വയസ്സുണ്ട്. അയാളുടെ ഭാര്യയുടെ പേര് എൽവിറ ബെൻഡർ. ആ സ്ത്രീക്ക് 55 വയസ്സുണ്ട്. ഇവർക്കൊരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് ഉള്ളത്. അതിൽ പയ്യൻ്റെ പേര് ജോൺ ബെൻഡർ ജൂനിയർ. ആ പയ്യന് 25 വയസ്സുണ്ട്. പെൺകുട്ടിയുടെ പേര് കേറ്റ് ബെൻഡർ. ആ പെൺകുട്ടിക്ക് 23 വയസ്സുണ്ട്. ഇതിൽ ജോണിനും എൽവിറയ്ക്കും ഇംഗ്ലീഷ് വളരെ മനോഹരമായി സംസാരിക്കാൻ അറിയില്ല. എപ്പോഴും റഷ്യൻ ഭാഷയും ഇംഗ്ലീഷും കൂടി ഇടകലർത്തിയാണ് അവർ സംസാരിച്ചിരുന്നത്. എന്നാൽ ഇവരുടെ 2 മക്കൾ വളരെ മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. ഇതിൽ ജോൺ ബെൻഡർ ജൂനിയർ വളരെ പാവമായ ഒരു വ്യക്തിയാണെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ ഒരു ബന്ധവുമില്ലാതെ പലയിടങ്ങളിൽ വെച്ച് വെറുതെ ചിരിക്കുമായിരുന്നു. എന്നാൽ ഈ കുടുംബത്തിൽ കേറ്റ് ബെൻഡർ മാത്രം അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. കേറ്റ് വളരെയേറെ ദൈവവിശ്വാസിയായിരുന്നു. മാത്രമല്ല, കേറ്റിന് ഒരുപാട് അമാനുഷ്യ ശക്തികളുണ്ടെന്നും പലരും പറഞ്ഞിരുന്നു. ഇവർ അവിടേക്ക് കുടിയേറിയപ്പോൾ ഏകദേശം ഒരു 150 ഏക്കർ ഭൂമി സ്വന്തമായി വാങ്ങിയിരുന്നു. അതിൻ്റെ നടുവിൽ ഒരു വലിയ ക്യാബിനുണ്ട്. തൊട്ടടുത്തൊരു കിണറുമുണ്ട്. അതോടൊപ്പം തന്നെ കുതിരകളെ കെട്ടിയിടാനുള്ള സൗകര്യവുമുണ്ട്.
പിന്നെ 2 ഏക്കറിൽ വെജിറ്റബിൾ ഗാർഡൻ, ആപ്പിൾ ഗാർഡൻ എന്നിങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ ക്യാബിനിൻ്റെ നടുവിലായി വലിയൊരു സ്റ്റോർ റൂമുണ്ട്. അതുമാത്രമല്ല, അതിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ സ്റ്റോറിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ തന്നെ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുമായിരുന്നു. 1872 ജോർജ് ന്യൂട്ടൻ എന്നൊരാളും അയാളുടെ മകളും പുതിയൊരു ജീവിതം ജീവിക്കാൻ വേണ്ടി അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയി. എന്നാൽ അവിടെ നിന്നും പോയ അവർക്ക് എന്താണ് സംഭവിച്ചത്, മാത്രമല്ല അവർ എവിടെ പോയെന്ന് പിന്നീട് ഒരറിവും ലഭിച്ചില്ല. അങ്ങനെ അവരെ രണ്ടുപേരും വളരെ വിചിത്രമായ രീതിയിൽ കാണാതെ പോയ ഇവരുടെ രണ്ടുപേരുടെയും അയൽവാസിയായിരുന്നു തുടക്കം പറഞ്ഞ വില്യം. അങ്ങനെ കാണാതെ പോയ ഇവരെ രണ്ടുപേരെയും അന്വേഷിച്ചാണ് വില്യം ബെൻഡേഴ്സ് ഫാമിലിയുടെ അടുത്ത് ചെന്നത്. അങ്ങനെ ഡോക്ടർ വില്യമിനെ ആ കുടുംബം കൊന്നുകളഞ്ഞു. എന്നാൽ ഈ കാര്യം പുറംലോകം അറിയാൻ പാടില്ല. മാത്രമല്ല, വെളിയിലുള്ള എല്ലാവരും വിചാരിച്ചത് ഡോക്ടർ വില്യമിനെ എവിടെയോ കാണാതെ പോയതാണെന്നാണ്. ഡോക്ടർ വില്യമിന് 2 സഹോദരങ്ങളുണ്ട്. അതിലൊരാളുടെ പേര് അലക്സാൻഡ്രിയോ. ഇദ്ദേഹം കാൻസസിലെ വലിയൊരു പദവിയിലുള്ള ആളായിരുന്നു. രണ്ടാമത്തെ സഹോദരൻ്റെ പേര് കോലിയറ്റ്. ഇദ്ദേഹം ഒരു ആർമി ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെ അവരും ഡോക്ടർ വില്യമിനെ കാണാതെ പോയ വിഷയം അറിഞ്ഞു. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും തങ്ങളുടെ സഹോദരനെ കണ്ടെത്തണമെന്ന് തീരുമാനിച്ച അവർ ആ ഗ്രാമത്തിലുള്ള 50 പേരുടെ സഹായത്താൽ ഗ്രാമങ്ങളിലെല്ലായിടത്തും അന്വേഷണം നടത്തി. പുറത്തുനിന്ന് വരുന്നവരെയും പുറത്തേക്ക് പോകുന്നവരെയും എല്ലാവരെയും അവർ പരിശോധിച്ചു. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ വീടുകളിലും ചെന്നിട്ട് ഡോക്ടർ വില്യമിനെ ഈ പരിസരത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. അവസാനമായി മാർച്ച് 23, 1873 തുടക്കം പറഞ്ഞ ബെൻഡേഴ്സ് ഫാമിലിയുടെ അടുത്തെത്തി. ശേഷം അവരോട് വില്യമിൻ്റെ സഹോദരങ്ങൾ തങ്ങൾക്ക് വില്യം എന്നൊരു സഹോദരനുണ്ട്, അദ്ദേഹം ഈ വഴിയെങ്ങാനും വന്നിരുന്നോ എന്ന് ചോദിച്ചു. അതിന് മറുപടിയായ കുടുംബം പറഞ്ഞത് അദ്ദേഹം വന്നിരുന്നു, മാത്രമല്ല അവർക്ക് ഇവിടെ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങളാണ് ഒരുക്കി കൊടുത്തത്. അതോടൊപ്പം തന്നെ വില്യമിനും നേറ്റീവ് അമേരിക്കൻസിനുമിടയിൽ എന്തോ പ്രശ്നങ്ങളുണ്ടായിരുന്നെന്നും അവർ പറഞ്ഞു. ശേഷം അവരോട് ഈ കാര്യങ്ങൾ ചോദിക്കാൻ വന്നതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ തന്നെ താമസിക്കാൻ തുടങ്ങി. ആ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ചിലർക്ക് ഈ ഫാമിലിയിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ടായിരുന്നു. അതുമാത്രമല്ല, എൽവിറ ബെൻഡറിനോട് തലയണ ചോദിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാക്കി. മാത്രമല്ല, അതിന് എൽവിറ മറുപടിയും നൽകി. ശേഷം ബാക്കിയുള്ളവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഓരോരുത്തരും ഓരോ കാര്യങ്ങളാണ് പറഞ്ഞത്. ചിലർക്ക് ജോണിനെയാണ് സംശയം, ചിലർക്ക് എൽവിറയും. എന്നാൽ അതിൽ ബുദ്ധിശാലികളായ ചിലർ പറഞ്ഞത് അവർക്ക് ബ്ലഡി ബെൻഡേഴ്സ് എന്ന ഫാമിലിയിലാണ് സംശയമെന്നാണ്. അങ്ങനെ ആ പ്രദേശത്തുള്ള എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായും തടയണമെന്ന കാരണത്താൽ ആ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളെയും വിളിച്ചു വരുത്തി ഒരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിൽ എല്ലാവരുടെയും വീട് പരിശോധിക്കാനുള്ള വാറൻറ്റും നൽകി. അതിനുശേഷം അവർ അന്വേഷിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ചില സത്യങ്ങൾ അവർ മനസ്സിലാക്കിയത്. കാണാതെ പോയ എല്ലാവരും ബെൻഡേഴ്സ് ഫാമിലിയുടെ സ്റ്റോറിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഈ ഫാമിലിയുടെ പരിസര പ്രദേശത്തുകൂടി യാത്ര ചെയ്യുന്നവരെ മാത്രമാണ് കാണാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങൾക്കും വളരെയേറെ സംശയം ഉദിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു തീരുമാനമെടുത്തു, ആ ഫാമിലിയുടെ ക്യാബിൻ മുഴുവനും പരിശോധിക്കണം. അടുത്ത ദിവസം ഏകദേശം 100 ജനങ്ങളോളമുള്ള കൂട്ടം ആ ക്യാബിൻ പരിശോധിക്കാനായി ചെന്നു. പരിശോധിക്കാനായി ഉള്ളിലേക്ക് ചെന്നപ്പോൾ ആ ക്യാബിനിൽ ആരുമില്ലായിരുന്നു. ആ സ്റ്റോറിലുണ്ടായിരുന്ന കയ്യിൽ കിട്ടിയ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ആ കുടുംബം തലേന്ന് രാത്രി തന്നെ അവിടെ നിന്നും പോയി. എന്നാൽ ജനങ്ങളെല്ലാവരും ആ ക്യാബിൻ പരിശോധിച്ചു നോക്കി. അപ്പോഴാണ് അതിൻ്റെ അടിയിൽ നിന്നും വളരെ മോശമായൊരു ദുർഗന്ധം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബെഡ് എടുത്ത് മാറ്റിയപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ട്രാപ്പ് ഡോർ ഉള്ളത് കാണാൻ സാധിച്ചു. അതിൻ്റെ അടിയിൽ വലിയൊരു മുറി തന്നെ ഉണ്ടായിരുന്നു. ആ മുറിയിൽ ഓരോരുത്തരായി ഇറങ്ങി നോക്കി. അപ്പോൾ ആ റൂം മുഴുവനും രക്തം കൊണ്ട് നിറഞ്ഞു കിടക്കുകയായിരുന്നു. ആ റൂമിൽ നിന്നും എന്തെങ്കിലും ജഡം ലഭിക്കുമെന്നറിയാൻ വേണ്ടി വീണ്ടും പരിശോധിച്ച് നോക്കി. എന്നാൽ ആ റൂമിൽ നിന്നും ഒരു ജഡവും ലഭിച്ചില്ല. ശേഷം അവിടെ നിന്നും പുറത്തെത്തിയ എല്ലാവരും ചുറ്റുമുള്ള എല്ലാ ഇടങ്ങളിലും കുഴിച്ചു നോക്കി. എന്നാൽ അവിടെ എവിടെ നിന്നും ഒരു ജഡവും ലഭിച്ചില്ല. എന്നാൽ അതോടെ അവർ നിർത്തിയില്ല. അവർക്ക് തോന്നിയ ഇടങ്ങളിലെല്ലായിടത്തും അവർ കുഴിച്ചു നോക്കി. അപ്പോഴാണ് ഒരു സ്ഥലത്തു നിന്നും ഡോക്ടർ വില്യമിൻ്റെ ജഡം ലഭിച്ചത്. വീണ്ടും കുഴിച്ചു നോക്കിയപ്പോൾ ഏകദേശം 9 അഴുകിയ ജഡങ്ങൾ അവിടെ നിന്നും ലഭിച്ചു. ശേഷം ആ വീടിൻ്റെ കിണറ്റിൽ പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരുപാട് പേരുടെ അവയവങ്ങളും എല്ലുകളും കിണറ്റിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചു. എന്നാൽ ഈ ജഡങ്ങളിലെല്ലാം ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. അതെന്തെന്നാൽ എല്ലാവരുടെയും തലയ്ക്ക് വളരെ ശക്തിയിൽ അടിച്ചിട്ടുണ്ട്. മാത്രമല്ല, എല്ലാവരുടെയും കഴുത്തിൽ കത്തി കുത്തി ഇറക്കിയിട്ടുമുണ്ട്. വീണ്ടും പരിശോധന നടത്തിയപ്പോൾ അവിടെ നിന്നും 3 ചുറ്റികളും കണ്ടെത്താൻ സാധിച്ചു. ഈ 3 ചുറ്റികൾ ഉപയോഗിച്ചായിരുന്നു മരണപ്പെട്ട എല്ലാവരുടെയും തലക്കഴിച്ചത്. അങ്ങനെ ഒടുവിൽ ഈ കൊലകളെല്ലാം ചുറ്റിക ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായി. ഇതിൽ മറ്റൊരു കാര്യം എന്തെന്നാൽ അതിൻ്റെ കൂടെ ഒരു കത്തും ലഭിച്ചു. ആ കത്തിൽ അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
ഇതിലൊരു പെൺകുട്ടിയുടെ ജഡവും ഉണ്ടായിരുന്നു. എന്നാൽ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരു തരത്തിലുള്ള മുറിവുകളും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും വിചാരിച്ചത് ആ പെൺകുട്ടിയെ ജീവനോടെ കൊല്ലാമെന്ന് വിചാരിച്ചായിരിക്കും കുഴിച്ചു മൂടിയതെന്നാണ്. ഈ കാര്യങ്ങളെല്ലാം ആ കുടുംബം ചെയ്തത് പണത്തിന് വേണ്ടിയായിരുന്നു. അതുവഴി യാത്ര ചെയ്യുന്ന എല്ലാവരെയും അവിടെ താമസിക്കാൻ ക്ഷണിച്ച് അവരെ കൊന്ന് അവരുടെ പണവും കുതിരയും സ്വന്തമാക്കി. തുടർന്നുള്ള അന്വേഷണത്തിൽ ഇവർ ചെയ്ത എല്ലാ കൊലകളും പണത്തിനു വേണ്ടിയല്ലെന്ന് മനസ്സിലായി. കാരണം മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും പണക്കാരല്ലായിരുന്നു. ഇതിൽ പലരും ദരിദ്രരാണ്. ഇതിലെല്ലാവർക്കും മനസ്സിലായത് അവർക്ക് കൊലപാതകം ചെയ്യാൻ വളരെയേറെ ഇഷ്ടമാണ്. ഒരുപാട് അന്വേഷണം നടത്തിയപ്പോൾ അവിടെ നിന്ന് ലഭിച്ച ജഡങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഇവർ ഇതിലേറെ കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. കൃത്യമായ കണക്കില്ലെങ്കിലും അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും പറഞ്ഞത് ഏകദേശം 50 പേരെങ്കിലും ഇവർ ഇങ്ങനെ കൊന്നിട്ടുണ്ടെന്നാണ്. എന്നാൽ വാസ്തവത്തിൽ ഈ ഫാമിലി എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന് ആർക്കും അറിയില്ല. മാത്രമല്ല ഈ സ്ഥലത്തേക്ക് താമസം മാറി വരുന്നതിന് മുമ്പ് അവർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്നും ആർക്കും അറിയില്ല. ഈ സംഭവത്തിന് ശേഷം അമേരിക്കൻ സീരിയൽ കില്ലർ ചരിത്രത്തിലെ ആദ്യത്തെ സീരിയൽ കില്ലർ ഫാമിലിയായി ദ ബ്ലഡി ബെൻഡേഴ്സ് അറിയപ്പെട്ടു. ഇതാണ് സീരിയൽ കില്ലർ ഫാമിലിയായ ബ്ലഡി ബെൻഡേഴ്സ് ഫാമിലിയുടെ കഥ. ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക.